നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മ ശാന്തകുമാരിയുടെ വിയോഗം നടൻ മോഹൻലാലിനെയും കുടുംബത്തിനും വലിയ മനോവേദനയാണ്. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാവാണ് മോഹൻലാലിന്. അമ്മയുടെ സ്നേഹവാത്സല്യം അത്രത്തോളം മോഹൻലാലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി കിടപ്പിലായിരുന്നു ശാന്തകുമാരി. മോഹൻലാലിനെ ആശ്വസിപ്പിക്കാൻ സഹപ്രവർത്തകരായ നിരവധി പേർ എത്തി. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒപ്പമുണ്ടായിരുന്നു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അന്ത്യകർമ്മങ്ങൾ നടത്തുമ്പോഴും മറ്റുമെല്ലാം എല്ലാത്തിലും മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന്റെ ബന്ധുവായ ബിജു ഗോപിനാഥനെതിരെ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോൾ അനുശോചനം അറിയിക്കാൻ പോയ താൻ അവിടെ ബിജു ഗോപിനാഥനെ തെരഞ്ഞിരുന്നുവെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. ഞാൻ അവിടേക്ക് കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഒരു മുഖം അവിടെ ഉണ്ടോ എന്നായിരുന്നു എന്റെ അന്വേഷണം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4-5 പേർ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ചിത്രത്തിലെ മുഖത്തെയാണ് ഞാൻ അവിടെ പരത്തിയത്. മോഹൻലാലിന്റെ അച്ഛന്റെ അനുജന്റെ മകൻ എന്ന് അവകാശപ്പെടുന്നതാണ് ആ രൂപം. ജയിലർ സിനിമയിൽ അഭിനയിച്ചതിന് മോഹൻലാലിന് 8 കോടി രൂപ ശമ്പളം കിട്ടി. അതിനെതിരെയാണ് ഈ മാന്യ വ്യക്തി സംസാരിക്കുന്നത്. എത്ര കിട്ടിയെന്ന് മോഹൻലാലിനും അക്കൗണ്ടന്റ് സനലിനും ആന്റണി പെരുമ്പാവൂരിനും അറിയാമായിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾക്കും പോലും അറിയാനിടയില്ല. 8 കോടി മോഹൻലാൽ വാങ്ങിച്ചെന്ന് വെള്ളമടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന ഇവൻ എങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ മോഹൻലാലിന്റെ അച്ഛന്റെ അനിയന്റെ മോനാണെന്ന് പുട്ടിനെ പീരയിടുന്നത് പോലെ പറയുന്നുണ്ട്. മോഹൻലാലിന്റെ അച്ഛനും മോഹൻലാലിനും ആ കുടുംബത്തിനും നാണക്കേടാണ്. വെള്ളമടിച്ച് കരളും കുമ്പുമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് പൈസ വെള്ളമടിക്കാൻ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന്, അല്ലെങ്കിൽ മോഹൻലാൽ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ കൂടെ താമസിപ്പിക്കാത്തതിന്റെ ചുരുക്കാണ് ഈ കാണിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ആന്റണി പെരുമ്പാവൂരിനോട് ബഹുമാനം തോന്നുന്നത്. ആന്റണി വരുന്നതിന് മുൻപ് ഇവൻ ശരിക്ക് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കില്ല. ആന്റണി വന്ന ശേഷം കടക്ക് പുറത്തെന്ന് കൃത്യമായി പറഞ്ഞു. മോഹൻലാൽ അറിയുക പോലുമില്ല ചിലപ്പോൾ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാലിനെ ഒന്നിലേറെ തവണ പരസ്യമായി വിമർശിച്ച കസിനാണ് ബിജു ഗോപിനാഥൻ. എന്നാൽ മോഹൻലാൽ തനിക്ക് എന്നും സഹോദരനാണെന്നും കരിയറുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് പറയാറെന്നും ബിജു ഗോപിനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. മോഹൻലാലുമായുണ്ടായ അകൽച്ചയെക്കുറിച്ചും ബിജു ഗോപിനാഥൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ ചെയ്ത തെറ്റ് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. എന്നാൽ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു. 35 വർഷമായി ആന്റണിയെ അറിയാം. നിനക്കിത് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെ ചോദിച്ചു വല്ലാതെ ദേഷ്യപ്പെട്ടു. അതിനുശേഷം താനും മോഹൻലാലും തമ്മിൽ അകന്നെന്ന് ബിജു ഗോപിനാഥൻ അന്ന് പറഞ്ഞു. അതേസമയം മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ബന്ധം സിനിമാ ലോകത്തെന്നും ചർച്ചയാണ്. മോഹൻലാലിന്റെ ഡ്രൈവറായി വന്ന് പിന്നീട് താരത്തിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളായി ആന്റണി പെരുമ്പാവൂർ മാറി. ആശീർവാദ് സിനിമാസ് എന്ന പ്രൊഡക്ഷൻ ഹൌസിന്റെ അമരക്കാരനാണ് ആന്റണി പെരുമ്പാവൂർ. ഇന്ന് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ നിയന്ത്രണത്തിലായെന്ന വിമർശനം ഇടയ്ക്കിടെ വരാറുണ്ട്. താരത്തിന് വരുന്ന സിനിമകളുടെ കഥ കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ഇതിൽ പലർക്കും അമർഷമുണ്ട്. മുൻപൊരു അഭിമുഖത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാലുമായി സൗഹൃദമുണ്ടെങ്കിലും നേരിട്ട് അവസരങ്ങൾ ചോദിക്കാറില്ല എന്ന് പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ആന്റണി പെരുമ്പാവൂരിനോടാണ് ചോദിക്കാറ്. ആന്റണി അദ്ദേഹത്തിനോടൊപ്പം കൂടുന്ന കാലം മുതൽ അറിയാവുന്ന ആളാണ് ഞാൻ. ഡ്രൈവർ മാത്രമായിരുന്നു ആന്റണി എന്നത് സത്യമാണ്. അർപ്പണബോധമാണ് ആന്റണിയെ എന്റെ ലാൽജിയെ അത്രയും അടുപ്പിച്ചത്. ഞാനിന്ന് KB ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്നതിന് കാരണവും അതാണ്. അവരുടെ മനസ്സറിഞ്ഞു നിൽക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പരമാവധി സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ആന്റണിയെ കാണുമ്പോൾ സിനിമകളിൽ അവസരം ചോദിക്കാറുണ്ട്. എനിക്ക് ലഭിക്കാൻ അർഹതയുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. ആരെയും പിണക്കില്ല. ഇപ്പോഴും അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ മോഹൻലാലിന് പിഴവ് പറ്റുന്നതിന് കാരണമുണ്ടെന്നും പറഞ്ഞിരുന്നു. അവിടെ അദ്ദേഹം സൗഹൃദ വലയങ്ങളെ വിലമതിക്കുന്നതാണ്. നല്ലതായി വരുന്ന എത്രയോ സിനിമയുണ്ട്. ഒപ്പം എന്ന സിനിമയിൽ എന്ത് മനോഹരമായാണ് കണ്ണു കാണാൻ പറ്റാത്തയാളെ അവതരിപ്പിച്ചത്. മോഹൻലാലിന് വരുന്ന കഥകൾ ആന്റണി പെരുമ്പാവൂർ കേൾക്കുന്നതിന് കാരണമുണ്ട്. എപ്പോഴും അഭിനയിക്കുന്ന ആൾക്ക് കഥ കേൾക്കാൻ പറ്റില്ല. ആന്റണി പെരുമ്പാവൂരിന് ഇതാണ് ജോലി. മുൻപ് ആന്റണിക്ക് തന്റെ ജോലി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് കാണുകയും കേൾക്കുകയും ചെയ്തു. ഓരോ കഥ പറയുമ്പോഴും ഇരുന്ന് കേൾക്കും. അതിലെന്തെങ്കിലും മാറ്റങ്ങളും മറുമായങ്ങളും പറയും. ഒന്നും അറിയാതെ ആളിൽ നിന്നായിരിക്കാം ചില അറിവുകൾ കിട്ടുന്നതെന്നും പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നു എന്നതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് മെഗാ 158.
തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി നായകനാകുന്ന ചിത്രത്തിൽ ക്യാമിയോ ആയി മോഹൻലാൽ എത്തും എന്നായിരുന്നു റിപ്പോർട്ട്. ഇതോടെ ആദ്യമായി മോഹൻലാൽ ചിരഞ്ജീവിയും ഒന്നിച്ച് അഭിനയിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. ബോബി ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. എന്നാൽ പ്രതിഫല തർക്കത്തെ തുടർന്ന് മോഹൻലാൽ മെഗാ 158 നിന്ന് പിന്മാറിയെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഡെക്കാൻ ക്രോണിക്കിളാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സംവിധായകൻ ബോബിയുമായി മോഹൻലാൽ വലിയ അടുപ്പത്തിലാണ്. ഇക്കാരണത്താലും ചിരഞ്ജീവിയും മോഹൻലാലും മുൻപ് ഒരിക്കലും സ്ക്രീനിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തതിനാലും ലാൽ പ്രതിഫലം വാങ്ങാതെ തന്നെ ഈ വേഷം ചെയ്യുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതേസമയം കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ക്യാമിയോ റോളിനായി മോഹൻലാൽ 30 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും ഇത് നിർമ്മാതാക്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം പ്രോജക്ട് ഉപേക്ഷിച്ചതായുമാണ് റിപ്പോർട്ട്. ഇതിനുശേഷം നിർമ്മാതാക്കൾ ഇപ്പോൾ ഒരു തെലുങ്ക് താരത്തെയാണ് ആ വേഷം ചെയ്യാൻ നോക്കുന്നത്. പ്രതിഫലം കൂടാതെ പുതിയ നടൻ ആ വേഷം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാറ്റം ടീമിനെ അവരുടെ പദ്ധതികൾ പുനർവിചിന്തനം ചെയ്യാനും കാസ്റ്റിംഗിൽ വേഗത്തിൽ മാറ്റങ്ങൾ വരുത്താനും നിർബന്ധിതരാക്കി. ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ് ചിത്രം പറയുന്നത് എന്നാണ് വിവരം. മുഴുവൻ കഥയും കൊൽക്കത്ത പശ്ചാത്തലത്തിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നു. ഗ്യാങ്സ്റ്റർ സിനിമകൾക്ക് നിലവിൽ പ്രേക്ഷകരിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നത് മുന്നിൽ കണ്ടാണ് ചിരഞ്ജീവിയെ വെച്ച് ബോബി പുതിയ ചിത്രം ഒരുക്കുന്നത്. 2025 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം എന്നീ സിനിമകളാണ് പോയ വർഷം മോഹൻലാലിന്റേതായി മലയാളത്തിൽ റിലീസ് ചെയ്തത്. ദിലീപ് ചിത്രം ഭബബയിൽ അതിഥി വേഷത്തിലും താരമെത്തി. 4 സിനിമകളും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി. റിലീസ് ചെയ്ത ചോട്ടാ മുംബൈയും രാവണപ്രഭുവും മികച്ച കളക്ഷൻ നേടി. എന്നാൽ മോഹൻലാലിന്റെ അന്യഭാഷാ സിനിമകളായ കണ്ണപ്പയും വൃഷഭയും നിരാശപ്പെടുത്തി. ഈ വർഷം ദൃശ്യം 3, പാട്രിയറ്റ് എന്നീ സിനിമകളായിരിക്കും മോഹൻലാലിന്റേതായി ആദ്യം റിലീസിനെത്തുക. പാട്രിയറ്റിൽ മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ വൻ താരനിര തന്നെയുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.